ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 123. നമ്മളിന്ന് നോക്കുന്നത് മണ്ഡലം 1-ലെ 65-ാമത്തെ സൂക്തമാണ്. ഇവിടുത്തെ ദേവത അഗ്നിയാണ്. നമ്മൾ അഗ്നി എന്ന് പറയുമ്പോൾ വെറും അഗ്നിയായിട്ട് കാണരുത്. പഞ്ചഭൂതങ്ങളിലെ ഒന്നായ അഗ്നിയാണ്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആൻഡ് എനർജി. ഭൂമി, ജലം, വായു, അഗ്നി. അപ്പോൾ അവിടെ അഗ്നി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എനർജിയാണ്, ഊർജമാണ്. അപ്പോൾ ഊർജത്തിന് പല രൂപങ്ങളുണ്ട്. ആ ഒരർത്ഥത്തിൽ നമുക്ക് ഒന്നാമത്തെ മന്ത്രത്തിലേക്ക് പോകാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 65-1. ഋഷി പരാശരൻ, ദേവത അഗ്നി, ഛന്ദസ് പങ്ക്തി. പശ്വാനതായം ഗുഹാചതന്തം നമോ യുജാനം നമോ വഹന്തം സജോഷാ ധീരാപദൈർ അനുഗമന്നുപത്വാ സീതന്നിശ്വേയജത്രാം. പശുക്കളെ മേയ്ക്കുന്നവരുടെ പിന്നിലായി സഞ്ചരിക്കുന്ന ചോരന് തുല്യം അഗ്നിയുടെ പാദചിഹ്നങ്ങളിൽ കൂടി ജ്ഞാനികളായ ദേവതകൾ ചരിക്കട്ടെ. അഗ്നി യജ്ഞം ധാരണം ചെയ്യുന്ന ദേവതകൾക്ക് ഹവിസ് നൽകുന്നു. അതിനാൽ ദേവതകൾ അഗ്നിയെ പ്രാപിക്കുന്നു. പശുക്കളെ മേയ്ക്കുന്നവരുടെ പിന്നാലെ ചോരൻ പോകുന്നത് പോലെ പശുക്കളെ മേയ്ക്കുന്ന ആൾക്കാരുടെ പിന്നാലെയാണ് കള്ളം പോവുക. എവിടെ വെച്ചിട്ട് പശുവിനെ മോഷ്ടിക്കുക. അത് അന്നത്തെ കാലത്ത് മനുഷ്യന് മനസ്സിലാകുന്ന ഓരോ ഉദാഹരണങ്ങൾ വെച്ച് പറയുന്നതായിട്ട് കണ്ടാൽ മതി. അതുപോലെ ജ്ഞാനികളായ ദേവതകൾ അഗ്നിയുടെ പിന്നാലെ ചലിക്കും. ദേവതകൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവതകളാണ്. നമ്മളും ദേവതകളാണ്. ഈശ്വരൻ എന്ന അർത്ഥത്തിലല്ല വേദത്തിലെ ദേവതകൾ. ദേവതകൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം ഈശ്വരൻ എന്തെല്ലാമായിട്ട് മാറിയോ 33 കോടിയായിട്ട് മാറിയിരിക്കുന്ന എല്ലാ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാം ദേവതകളാണ്. ഇപ്പം പണ്ട് സൃഷ്ടി സമയത്ത് മനുഷ്യരൊന്നുമില്ല. അപ്പം അവിടെയും ചില ശക്തികളുണ്ട്. ഇന്ദ്രനെ പോലെയുള്ള ചില പ്രേരക ശക്തികളാണ് ആ പ്ലാൻ അനുസരിച്ച് സൃഷ്ടി നടത്തിയത്. അപ്പം ആ ദേവതകളെല്ലാം തന്നെ സൃഷ്ടിക്ക് ആരെയാണ് ആശ്രയിച്ചിരുന്നത്? അഗ്നിയെയാണ് ആശ്രയിച്ചിരുന്നത്. അഗ്നിയില്ലാതെ ഒരു കർമ്മവും ചെയ്യില്ല. നമുക്ക് ഇന്ന് എന്തെങ്കിലും ഭക്ഷണം പാകം ചെയ്യേണ്ടിക്കും എന്ത് ചെയ്യേണ്ടിക്കും ഊർജം വേണം. അതുപോലെ ഇന്ദ്രാദി ദേവതകളെല്ലാം തന്നെ അഗ്നിയുടെ പിന്നാലെ നടന്നിട്ടാണ് പ്രപഞ്ച സൃഷ്ടി നടത്തിയത്. അപ്പം അഗ്നിയുടെ പിന്നാലെ പോകുന്നു. കള്ളന്മാർ പശുക്കളെ മേയ്ക്കുന്നവരുടെ പിന്നാലെ പോകുന്നത് പോലെ അഗ്നിയെ മോഷ്ടിക്കാൻ, അഗ്നിയെ ഉപയോഗിച്ചുകൊണ്ട് സൃഷ്ടി നടത്താൻ വേണ്ടിയിട്ട്. നീ യജ്ഞം നടത്തുന്ന ദേവതകൾക്കെല്ലാം എന്ത് ചെയ്യുന്നു? ഹവിസ് കൊണ്ട് കൊടുക്കുന്നു. യജ്ഞം നടത്തുന്നവർക്കെല്ലാം അതിന് വേണ്ട സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് അഗ്നിയാണ്. നമുക്കറിയാലോ, ഒരു പാത്രത്തിൽ കാപ്പിപ്പൊടി ഇട്ട് വെള്ളം ഇട്ടിട്ട് ചൂടാക്കുമ്പോൾ ആ ചൂടിൻ്റെ ശക്തിയാൽ കാപ്പിപ്പൊടി കുറച്ച് അവിടെ വെള്ളത്തിലരിയും. എന്നിട്ട് ചൂടാകുമ്പോൾ അത് പൊങ്ങിയിട്ട് വേറൊരു സ്ഥലത്ത് വരും, വേറൊരു വെള്ളം താഴത്തേക്ക് വരും. കാപ്പിപ്പൊടി പിന്നെ അതിലരിയും. ആ കാപ്പിപ്പൊടി മുകളിൽ പോകും. അവിടുന്ന് പിന്നെ വേറെ ജലം വരും, അതിൽ കാപ്പിപ്പൊടി ചേരും. അങ്ങനെയാണ് പാത്രം മുഴുവൻ കാപ്പിപ്പൊടി ചേർന്നിട്ട് കാപ്പിയായിട്ട് മാറുന്നത്. അതിനുള്ള പ്രചോദനം നൽകുന്നത് ആരാണ്? അഗ്നിയാണ്. അപ്പോൾ അഗ്നി ജലത്തിന്, എല്ലാ ജലത്തിനും കാപ്പിപ്പൊടി എത്തിച്ചു കൊടുക്കുകയാണ്. അപ്പം ഹവിസ്സുകൾ എത്തിക്കുന്നത് അഗ്നിയാണ്.
അതിലൂടെയാണ് ദേവതകൾ നിന്നെ പ്രാപിക്കുന്നത്. അപ്പം എല്ലാ വസ്തുക്കളും പുതുതായിട്ട് മാറുമ്പോൾ അഗ്നിയെ പ്രാപിച്ചുകൊണ്ടാണ് പുതിയ വസ്തുക്കളായിട്ട് മാറുന്നത്. ഇനി രണ്ടാമത്തെ മന്ത്രം. ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 65-2. ഋതസ്യ ദേവാ അനുവൃത ഗുർഭുവത് പരിഷ്ടിർ ദൗർനഭൂമാ വർത്തന്തീമാവ പന്വാസുഷി ശിശുമൃതസ്യ യോനാഗർഭേ സുജാതം. ദേവഗണം അഗ്നിയെ അന്വേഷിച്ച് ഭൂമിയിൽ വന്നു. അഗ്നി ജലഗർഭത്തിൽ ജനിക്കുകയും സ്തോത്രങ്ങളാൽ അഭിവൃദ്ധിപ്പെടുകയും ചെയ്യുന്നു. ദേവഗണം അഗ്നിയെ അന്വേഷിച്ച് ഭൂമിയിൽ വന്നു. കാരണം ഭൂമിയിലാണ് പ്രധാനപ്പെട്ട ഇനിയുള്ള കർമ്മങ്ങളെല്ലാം. സൃഷ്ടി നടക്കുന്ന സമയത്ത് ലോകം മുഴുവനാണെങ്കിൽ ഭൂമിയെല്ലാം ഉണ്ടായതിൻ്റെ ശേഷമുള്ള പ്രധാന യജ്ഞങ്ങളെല്ലാം നടക്കുന്നത് ഭൂമിയിലാണ്. അതുകൊണ്ട് ദേവഗണങ്ങളെല്ലാം ഇന്ദ്രനായാലും എല്ലാം യജ്ഞം നടത്തുന്ന ഭൂമിയിലേക്ക് അഗ്നിയെ അന്വേഷിച്ചു വന്നു. നമ്മളൊരു ചോറ് വെക്കുമ്പോൾ ആ വസ്തുക്കളെല്ലാം കൂടിച്ചേർന്നപ്പോൾ ഉദാഹരണമായിട്ട് വായു ദേവനാണ്. അപ്പം നമ്മൾ ഒരു പാത്രത്തിൽ വെച്ച് ചില രാസവസ്തു പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ വായു എല്ലാം എവിടെ വരും? ഈ പാത്രത്തിൻ്റെ അടിയിൽ അഗ്നിയിൽ വരും, കത്താൻ വേണ്ടിയിട്ട്. വായു ഉണ്ടെങ്കിലല്ലേ വിറക് കത്തും. അപ്പം വായു വന്ന് വിറകുമായിട്ട് ചേരുമ്പോഴാണ് അഗ്നി ഉണ്ടാവുന്നത്. അപ്പം അഗ്നിയെ അന്വേഷിച്ചിട്ട് ആരാണ് വരുന്നത്? വായു വരികയാണ്. ആരടുത്ത് വരികയാണ്? മരത്തിൻ്റെ അടുത്ത് വരികയാണ് കത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉണ്ടാവുന്ന അഗ്നിയാണ് പാത്രത്തിലുള്ള ദേവതകളെ എല്ലാം ചേർക്കുന്നത്. ഈ ദേവതകളെല്ലാം ആരെയാണ് ആശ്രയിക്കുന്നത്? അഗ്നിയെയാണ് ആശ്രയിക്കുന്നത്. അപ്പം യജ്ഞം നടത്തുമ്പോൾ ഇപ്പം ഭൂമിയിൽ എന്തെങ്കിലും കത്തിക്കുമ്പോൾ ആകാശത്തിലുള്ള വായു എല്ലാം ഇങ്ങോട്ടേക്ക് ആ കത്തുന്നിടത്തേക്ക് വരും, കത്തലിൽ പങ്കെടുക്കാൻ ഓക്സിജൻ. അപ്പോൾ ദേവഗണം അഗ്നിയെ അന്വേഷിച്ച് ഭൂമിയിൽ വന്നു. അഗ്നി ജലഗർഭത്തിൽ ജനിച്ചു. എന്തുകൊണ്ടാണ് ജലത്തിൽ അഗ്നി ജനിച്ചു എന്ന് പറയുന്നത്? അഗ്നി ജലത്തിൽ നിന്നാണ് ഉണ്ടായത്. ആദ്യം ആറ്റങ്ങൾ കേളിച്ചേർന്നിട്ടുണ്ടാകുന്ന വസ്തുക്കൾ ഓക്സിജൻ, ഹൈഡ്രജൻ മുതലായ ചെറിയ ആറ്റങ്ങളാണ്. ഇതെല്ലാം വായുവാണ്. ഇതിൽ ഏറ്റവും ചെറിയ ഹൈഡ്രജനും പിന്നെ പ്രധാനമായിട്ടുള്ള ഓക്സിജനും കൂടി ചേർന്നിട്ടാണ് ജലമായിട്ട് മാറുന്നത്. അപ്പം ജലമുണ്ടാകുമ്പോഴാണ്, ഹൈഡ്രജനും ഓക്സിജനും കൂടിച്ചേർന്ന് ജലമാകുമ്പോഴാണ് അതിൽ നിന്നും ഊർജം പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ജലമുണ്ടാകുമ്പോൾ അതിൽ നിന്നാണ് ഊർജം പുറത്തേക്ക് വരുന്നത്. നമ്മുടെ ടെസ്റ്റ് ട്യൂബിലെല്ലാം പല രാസവസ്തുക്കൾ കൂടി ചേരുമ്പോൾ ആ വസ്തു ഉണ്ടാകുമ്പോൾ അതിൽ നിന്നാണ് ഊർജം പുറത്തേക്ക്, ടെസ്റ്റ് ട്യൂബിൽ നിന്ന് ചൂട് പുറത്തേക്ക് വരും. അപ്പം അങ്ങനെ ജലത്തിൽ നിന്നാണ്, ജലമുണ്ടാകുമ്പോൾ അതിൽ നിന്നാണ് ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നിട്ട് ജലമായി മാറുമ്പോൾ അതിൽ നിന്നാണ് അഗ്നി പുറത്തേക്ക് വന്നത്. സ്തോത്രങ്ങളാൽ അഭിവൃദ്ധിപ്പെടുന്നു. അങ്ങനെയുണ്ടാകുന്ന അഗ്നി സ്തോത്രങ്ങളാൽ അഭിവൃദ്ധിപ്പെടുന്നു. എന്താണ് സ്തോത്രം? വേദമന്ത്രങ്ങൾ, ആധുനിക സയൻസ് തത്വങ്ങളെ അനുസരിച്ചിട്ട് ഈ അഗ്നിയെ നമുക്ക് എന്താക്കാം? വളർത്താം. സയൻസ് അനുസരിച്ചിട്ട് ഉദാഹരണമായിട്ട് നമ്മൾ കല്ല് ഉരക്കുമ്പോൾ അഗ്നി ഉണ്ടാകും. ആ അഗ്നിയെ പിന്നെ വളർത്താൻ എന്ത് ചെയ്താൽ മതി? അവിടെ പറ്റുന്ന കത്തുന്ന സാധനങ്ങളെല്ലാം ഇട്ട് കൊടുത്ത് വരുമ്പോൾ അതങ്ങ് വളർന്ന് എത്രയോ ആക്കിയെടുക്കാം. ആ തരത്തിൽ മാത്രമായി എടുക്കരുത്. അഗ്നിയെ ഉപയോഗിച്ചുകൊണ്ട് പലതരം ഊർജങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അഗ്നി ഊർജമാണ്. ആ അഗ്നി ഉപയോഗിച്ചിട്ട് വെള്ളത്തെ ചൂടാക്കിയിട്ട് ആവി എഞ്ചിനായിട്ട് പ്രവർത്തിപ്പിക്കാം. അഗ്നി ഉപയോഗിച്ചിട്ട് റോക്കറ്റുകളെ ഉയർത്താം. അഗ്നി ഉപയോഗിച്ചിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആക്കിയിട്ട് മാറ്റാം. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ അഗ്നിയെ ഉപയോഗിച്ചിട്ട് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലുള്ള ആ തരംഗ രൂപത്തിലും അഗ്നിയെ നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാം. നമ്മളത് പഠിച്ചതാണ്. അഗ്നിയെ ഒരു രൂപത്തിൽ നിന്ന് വേറെ രൂപത്തിലേക്കെല്ലാം മാറ്റിയെടുക്കാം. അപ്പോൾ അങ്ങനെ മാറ്റിയെടുക്കുമ്പോൾ
കമ്മ്യൂണിക്കേഷൻ വേവ്സ് എല്ലാണെങ്കിൽ അത് ആകാശം മുഴുവൻ വ്യാപിക്കും. അപ്പോൾ അതിനെ സ്തോത്രങ്ങളാണ്. ഏതിൻ്റെ അടിസ്ഥാനത്തിൽ? സയൻസ് തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിനെ അഭിവൃദ്ധിപ്പെടുത്താം. ഇനി 3. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 65 3. പുഷ്ടിർ ന രണ്വാക്ഷിതിർ ന പൃഥ്വി ഗിരിർ ന ഭൂപ്ജ ക്ഷോദോ ന ശംഭോ അത്യോ നാജ്മന്ധ സർഗ പ്രദക്ത സിന്ധുർന ക്ഷോദ കായി വരാതേ. അഗ്നി അഭീഷ്ട ഫലങ്ങളുടെ ലാഭം പോലെ രമണീയവും ഭൂമിക്ക് തുല്യം വിസ്തൃതവും പർവ്വതത്തിന് തുല്യം ഭോജനദാതാവും ജലത്തിന് തുല്യം ശാന്തിപ്രദവും അശ്വത്തിന് തുല്യം അഗ്രണിയും സമുദ്രജലത്തിന് തുല്യം വിശാലവും ആകുന്നു. അങ്ങനെയുള്ള അഗ്നിയെ ആർക്കാണ് തടയാൻ കഴിയുക? അഗ്നി അഭിഷ്ടഫലം ലാഭം കണക്കെ നൽകുന്നു. അഗ്നി ഉപയോഗിച്ചിട്ട് പല കർമ്മങ്ങളും നമ്മൾ ചെയ്യുന്നു. അതിനെ വിട്ടിട്ട് നല്ല ലാഭം ഉണ്ടാക്കുന്നു. വ്യവസായങ്ങളെല്ലാം നടത്തുമ്പോൾ അഗ്നി ഉപയോഗിച്ചിട്ടാണ് വ്യവസായങ്ങളെല്ലാം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ പ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോൾ ലാഭം കൂടി. അപ്പോൾ അഗ്നി ലാഭം ഉണ്ടാക്കി തരുന്നു. അത് മനോഹരമാണ്. അഗ്നിയെ തന്നെ മനോഹര രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ വേണമെങ്കിൽ സുന്ദരമായ വെളിച്ചം, പലതരത്തിലുള്ള ഡെക്കറേറ്റീവ് ലൈറ്റ് അതിനെ മാറ്റിയെടുക്കാം. അഗ്നി ഭൂമിക്ക് തുല്യം വിസ്തൃതമാണ്. അഗ്നിയില്ലാത്ത സ്ഥലമില്ല. പ്രപഞ്ചം മുഴുവനുണ്ട്. ഭൂമി വിസ്തൃതമായ പോലെ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഒന്നുണ്ട്, ഊർജമുണ്ട്. കാരണം ഈ പ്രപഞ്ചം തന്നെ ഉണ്ടായത് ഊർജത്തിൽ നിന്നാണ്. കല്ല് എന്ന് പറയുന്നതും ഊർജമാണ്, ഊർജത്തിൽ നിന്നുണ്ടായതാണ്. പർവ്വത സമാനം ഭോജനദാതാമോ. പർവ്വതത്തിൽ നിന്ന് നമുക്ക് പലതരം വിഭവങ്ങൾ കിട്ടുന്നത് പോലെ തന്നെ നമുക്ക് ഭക്ഷണത്തിന് വേണ്ട പല സാധനങ്ങളും അഗ്നി ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ നേടിയെടുക്കുന്നത്. ജലത്തിന് തുല്യം ശക്തിപ്രദമാണ്. ജലം നമുക്ക് ശക്തി നൽകുന്നുണ്ട്. ജലം എങ്ങനെയെല്ലാം ശക്തി നൽകുന്നത്? ജലത്തിൻ്റെതായ രീതിയിലൊരു ശക്തിയുണ്ട്. നമ്മൾ ക്ഷീണിക്കുമ്പോഴും ജലം കുടിച്ചു കഴിഞ്ഞാൽ ശക്തി കിട്ടും. ബോധം കെടുമ്പോൾ കുറച്ച് വെള്ളം തളിച്ചാൽ ശക്തി കിട്ടും. ഇല്ലെങ്കിൽ ഒഴുകുന്ന ജലത്തിൽ ശക്തിയുണ്ട്. അപ്പം ജലതുല്യം അത് ശക്തിപ്രദമാണ്. അശ്വത്തിന് തുല്യം അഗ്രഗണ്യനാണ്. കുതിരക്ക് തുല്യം അത് ബലം നൽകും. അഗ്നി ബലം രൂപത്തിൽ ഉപയോഗിക്കുന്ന എവിടെയെല്ലാം? വിമാനത്തെ, റോക്കറ്റിനെയെല്ലാം പോക്കാൻ വേണ്ടിയിട്ട് അഗ്നിയാണ് ഉപയോഗിക്കുന്നത്. വാഹനങ്ങൾ ചലിപ്പിക്കാൻ അഗ്നിയാണ് ഉപയോഗിക്കുന്നത്. പണ്ട് കുതിരനെ കൊണ്ട് വലിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അഗ്നിയാണ്. പെട്രോളും ഗ്യാസും എല്ലാം കത്തിച്ചിട്ടുള്ള ഊർജത്തിൽ നിന്നാണ് വണ്ടികളെ വലിക്കുന്നത്. അതുകൊണ്ട് അശ്വത്തിന് തുല്യമെന്നൊന്നും പറയണ്ട. അശ്വം എന്ന് പറയുമ്പോൾ ഊർജമായിട്ട് എടുക്കണം. കുതിരക്ക് തുല്യമല്ല. കുതിരനെ കാട്ടി എത്രയോ ശക്തിയുള്ള എഞ്ചിനുകളുണ്ട്. അശ്വം എന്ന് പറഞ്ഞാൽ ഊർജം. ഊർജമാണ് ഏറ്റവും അഗ്രഗണ്യം. ജലത്തിന് തുല്യം വിശാലമാണ്. അത് നേരത്തെ പറഞ്ഞ തന്നെ സമുദ്രജലം ഇങ്ങനെ പരന്നു കിടക്കുന്ന വഴി അഗ്നിയും ലോകം മുഴുവൻ ഉണ്ട്. അതിനെ ആർക്കും തടയുവാനാവില്ല. അഗ്നിയെ തടയുവാൻ ആർക്കും കഴിയില്ല. അല്ലെങ്കിൽ അഗ്നിയെ, ഊർജത്തെ നശിപ്പിക്കാനൊന്നും പറ്റില്ല. നമ്മൾ ചെറുതിൽ പഠിച്ചാണ് ഊർജത്തെ നശിപ്പിക്കുക. അതായത് ഊർജത്തെ ആർക്കും തടയാൻ പറ്റില്ല. ഊർജത്തെ നശിപ്പിക്കാൻ പറ്റില്ല. അഗ്നിയെ നശിപ്പിക്കാൻ പറ്റില്ല. അതിനെ വേണമെങ്കിൽ ഒരു രൂപത്തൊന്ന് മറ്റൊന്നിലേക്ക് മാറ്റിയെടുക്കാം. ഇനി 4. ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 65 4. ജാമി സിന്ധൂനാം ഭ്രാദേവ സ്വസ്രാമിഭ്യാന്ന രാജവനാന്യത് അത്തി യദ്വാദജ്ജൂതോവന വ്യസ്ഥാദഗ്നി ഹ ജാതി രോമാ പൃഥ്വിയാ. ജലത്തിൻ്റെ ഭ്രാതാവായ അഗ്നി രാജാവ് ശത്രുക്കളെ എന്ന പോലെ വനത്തെ ഭക്ഷിക്കുന്നു. അഗ്നി വായുവിൻ്റെ സംയോഗത്തോടുകൂടി വനങ്ങളിൽ വ്യാപിക്കുന്നു. അപ്പോൾ ഭൂമിയുടെ വനസ്പതി രൂപമായ രോമങ്ങളെ നിശേഷം നശിപ്പിച്ചു കളയുന്നു.
ജലത്തിൻ്റെ ഭ്രാതാവായ അഗ്നി രാജാവ് ശത്രുക്കളെ എന്ന പോലെ വനത്തെ നശിപ്പിക്കുന്നു. ജലത്തിൻ്റെ ഭ്രാതാവിലെ സഹോദരൻ ജലത്തിൻ്റെ കൂടെ നിൽക്കുന്നതാണ് അഗ്നി. ജലത്തിൻ്റെ കൂടെ അഗ്നിയുണ്ട്. ഉദാഹരണമായിട്ട് ഒരു ജലം എടുത്തിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് നോക്കുന്നുണ്ട് അതിന് എത്ര ചൂടുണ്ട്. അപ്പോൾ എല്ലാ ജലത്തിലും എന്തുണ്ട്? അതിൻ്റേതായ ഒരു ചൂടുണ്ട്. പൂജ്യത്തിലെത്തുമ്പോഴാണ് ഐസാകുന്നത്. അത് ജലമാകുമ്പോൾ അതിനകത്ത് ചൂട് ചേർന്നിട്ടാണ്. അപ്പം ജലം എന്ന് പറയുന്നത് അതിൽ H2O+ ചൂടും കൂടിയതാണ്. തണുത്ത ജലം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ചൂട് കുറവ് എന്നാണ് അർത്ഥം. എത്രമാത്രം തണുക്കുന്നോ അത്രയും അതിൻ്റെ അകത്ത് ചൂട് കുറവാണ്. അപ്പോൾ അഗ്നി ജലത്തിൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എവിടെയെങ്കിലും ഇടിയെല്ലാം കൊണ്ടു കഴിഞ്ഞാൽ ചൂടുവെള്ളത്തിൽ തുണി മുക്കിയിട്ട് പിടിക്കുന്നത്. അപ്പോൾ ആ ജലത്തിലുള്ള അഗ്നിയാണ് നമ്മൾ പിടിക്കുന്നത്. അപ്പം ജലവും അഗ്നി ഒന്നിച്ചാണ് നടക്കുന്നത്. അത് സഹോദരന്മാരെ പോലെയാണ്. അതെന്ത് ചെയ്യുന്നു? രാജാവ് ശത്രുക്കളെ എന്ന പോലെ വനത്തെ നശിപ്പിക്കുന്നു. വനത്തിൽ ഒരു കാട്ടുതീ ഉണ്ടാകുമ്പോൾ രാജാവ് ശത്രുക്കളെ അരിഞ്ഞു വീഴ്ത്തുന്നത് പോലെ വനങ്ങളെ മുഴുവൻ കാട്ടുതീ എന്ത് ചെയ്യും? നശിപ്പിക്കും. അത്രയും ശക്തിയുണ്ട്. അത് വായുവോടുകൂടി വനത്തിൽ വ്യാപിക്കുന്നു. വായുവും കൂടി അടിച്ചു കഴിഞ്ഞാൽ, കാറ്റും കൂടി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മുഴുവൻ പടർന്നിട്ട് എല്ലായിടത്തും എത്തും. അപ്പം കാറ്റോടു കൂടി തന്നെയാണ് ജനിക്കുന്നത്. അപ്പോൾ ഭൂമിയുടെ വനസ്പതി രൂപമായ രോമങ്ങൾ നശിക്കുന്നു. ഭൂമിയുടെ രോമമാണ് കാടുകൾ, വനസ്പതികൾ. ഭൂമിയുടെ രോമസമാനമാണ് വനസ്പതികൾ. അപ്പോൾ ആ ഭൂമിയുടെ രോമങ്ങൾക്ക് സമാനമായ വനസ്പതികൾ, ചെടികൾ മുഴുവൻ നശിക്കുന്നു. ആരിലൂടെ? അഗ്നിയിലൂടെ. അപ്പോൾ ഒരു കവിഭാവനയിൽ വർണ്ണിക്കുന്നതായിട്ട് കണ്ടാൽ മതി. ഇനി 5 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 65 ശശിത്വാപ്സു ഹംസോന സീതൻ കൃത്വാ ചേതിഷ്ഠോ വിശ്വാം ഉഷർഭൂത് സോമോന വേധാ ഋതപ്രജാത പശുർന ശിശ്വാ വിഭുർ ഭൂരേഭാഹ. അഗ്നി ജലത്തിൽ അരേണ്യത്തിന് തുല്യം പ്രാണധാരണം ചെയ്യുന്നു. ഉഷസ്സിൽ ചൈതന്യവാനായി മനുഷ്യരെ ഉണർത്തുന്നു. സോമത്തിന് സമാനം ഔഷധികളെ വളർത്തുന്നു. പാലകന് തുല്യം പ്രദീപ്തമായ അഗ്നി വളർന്ന് വിസ്തൃതമായ പ്രകാശത്തോടുകൂടി ശോഭിക്കുന്നു. അഗ്നി ജലത്തിൽ അരയന്ന സമാനം പ്രാണധാരണം ചെയ്യുന്നു. അഗ്നി ജലത്തിൽ അരയന്നം ഇങ്ങനെ സഞ്ചരിക്കുന്നത് പോലെ അഗ്നിയും ജലത്തിൽ ഇങ്ങനെ പടർന്നു കിടക്കുന്നുണ്ട്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ജലത്തിൻ്റെ കൂടെ എന്തുണ്ട്? അഗ്നിയും ഉണ്ട്. അഗ്നി കൂടുതൽ കൊടുക്കുമ്പോൾ ജലത്തിൻ്റെ ടെമ്പറേച്ചർ കൂടും. അപ്പോൾ എത്ര അഗ്നി ഉണ്ട് നോക്കണ്ടെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ എത്രയാണെന്ന് നോക്കിയാൽ മതി. 0 ഐസായി പോകും. അതിൽ നിന്ന് കൂടി വരും തോറും അത് ജലമായി ചൂടുവെള്ളമായിട്ട് മാറും. പിന്നെയോ ഉഷസ്സിൽ എന്ന് പറഞ്ഞാൽ രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ ഉഷസ്സിൽ ചൈതന്യവാനായി മനുഷ്യനെ ഉണർത്തുന്നു. അവിടെ പലതരം ഊർജമുണ്ട്. ഒന്ന് വെളിച്ചം. ഉഷത്തിൽ നിൻ്റെ തലയിൽ വെളിച്ചം വീണല്ലോ എണീക്കാതെ എന്തെന്ന് പറയുന്നില്ലേ? അപ്പം വെളിച്ച രൂപത്തിൽ വരുന്നുണ്ട്. കുറച്ചൊരു വെളിച്ചം കാണുമ്പോൾ നമ്മൾ രാവിലെ എണീക്കുന്നപ്പോൾ പുറത്തൊന്ന് നോക്കും, വെളിച്ചം വന്ന് തോന്നും. എന്നിട്ടാണ് അപ്പോൾ നമ്മൾ വെളിച്ചം അല്ലെങ്കിൽ ചൂട്, അതിനനുസരിച്ച് ചൂടും കൂടും. അതുമാത്രമല്ല ആകർഷണ ബലം എന്നൊന്നുണ്ട്. നമ്മളെ നാഡികളിലൂടെ ഈ ഗ്രഹങ്ങളെല്ലാം നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. സൂര്യൻ ഉദിക്കുമ്പോൾ ആ പ്രത്യേക തരത്തിലുള്ള സൂര്യൻ്റെ പൊസിഷനാണ് നമ്മളെ ഞെട്ടി ഉണരാനെല്ലാം പ്രേരിപ്പിക്കുന്നത്. അത് സൂര്യൻ മാത്രമല്ല, പല സമയത്ത് സൂര്യൻ്റെ ബലത്തിൽ വ്യത്യാസമുണ്ട്. അതിനനുസരിച്ച് ചിലപ്പോൾ നേരത്തെ തന്നെ നെട്ടി ഉണർന്നു വരും,
മറ്റുള്ള ഗ്രഹങ്ങളും സ്വാധീനിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ ഉണർത്തുന്നതിൽ ഈ ഗ്രഹങ്ങൾക്ക് വലിയ അതൊരു ആകർഷണ ബലമാണ്, നാഡികളിലൂടെ ആക്ട് ചെയ്യുന്നത്. അപ്പം മനുഷ്യനെ ഉണർത്തും. സോമസമാനം ഔഷധികളെ വളർത്തും. ചെടികളിൽ അതിൻ്റെ ഔഷധ മൂല്യം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? സൂര്യൻ്റെ വെളിച്ചം ചെടികളുടെ ഇലകളെടുത്തിട്ട്, വെളിച്ചം എന്ന് പറയുന്നത് ഊർജമാണ്, അതിൻ്റെ ചൂടും ഊർജമാണ്, സൂര്യപ്രകാശം എല്ലാം ഊർജമാണ്, അഗ്നിയാണ്. അത് ഇലകളെടുത്തിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആ ഭക്ഷണത്തിൽ നിന്നാണ് ചെടികളിലെ നീരുകളിലെ ഔഷധ ഗുണമെല്ലാം ഉണ്ടാകുന്നത്. ഔഷധികളെ വളർത്തും. ബാലന് സമാനം വളർന്ന് കുട്ടികളെ വളർന്നു വരുന്നത് പോലെ അഗ്നി ഉണ്ടായാൽ ആ വിസ്തൃതമായ പ്രകാശത്തോടെ ശോഭിക്കുന്നു. അത് ലോകം മുഴുവൻ ശോഭിക്കും. അപ്പം പ്രകാശം കുറേയിടത്ത് വ്യാപിക്കും. പ്രകാശത്തെക്കാട്ടിയും വ്യാപിക്കുന്നതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന നിലയിലുള്ള അഗ്നി. അതിലും വ്യാപിക്കുന്നതാണ് ആകർഷണ ബലം എന്ന അഗ്നി. അത് സൂര്യൻ 7 ലോകങ്ങളിലും സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ അത് ആകർഷണ ബലത്തോടുകൂടി, വെളിച്ചത്തോടുകൂടി, ഊർജത്തോടുകൂടി അത് ലോകം മുഴുവൻ 7 ലോകങ്ങളിലും അങ്ങനെ വ്യാപിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അഗ്നിക്ക് പല അർത്ഥങ്ങളുണ്ട്. അഗ്നി പല രൂപത്തിൽ ഉണ്ട്.